അദ്ദേഹം ആ പ്രൊജക്റ്റുമായി ഇറങ്ങിയ സമയത്ത് എല്ലാവരും ഭ്രാന്തനെന്ന് വിളിച്ചു. 22 വർഷം കഴിഞ്ഞ് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ആ വാഹനം റെഡിയായി നിൽക്കുന്ന സമയത്ത് നാസയുടെ വണ്ടി സ്പേസിൽ കുടുങ്ങിപ്പോയി. നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന 1000 ബ്രാൻഡ് ഓണേഴ്സ് ബിസിനസ് സമ്മിറ്റ് 2026 വേദിയിലേക്കാണ്. ആക്ച്വലി ഇത് ഇത്രയും സമയം നിങ്ങൾ എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടതെങ്കിൽ ഇപ്പോഴങ്ങോട്ടേക്ക് മൾട്ടിപ്പിൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വരാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല ഡിഫറെൻറ്റ് ബിസിനസ് മേഖലകളിലുള്ള ആളുകൾ അടുത്തതായിട്ട് ഈ വേദിയിൽ നമ്മോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ദ പാത്ത് ഓഫ് ബിസിനസ് ഗ്രോത്ത് എന്ന വിഷയത്തിൽ അടുത്തതായിട്ട് നമ്മളൊരു പാനൽ ഡിസ്കഷനിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് മോഡറേറ്റർ ആയിട്ട് വേദിയിലേക്ക് ഏറെ ബഹുമാനായ മിസ്റ്റർ ഗിന്നസ് റഷീദിനെ ഞാനിതാ സ്വാഗതം ചെയ്യുകയാണ്. ദ സൊല്യൂഷൻ മാസ്റ്റർ മിസ്റ്റർ ഗിന്നസ് റഷീദ് ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഞങ്ങൾ ഇതാ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. സോ പ്ലീസ് വെൽക്കം. അദ്ദേഹം വളരെ നേരത്തെ തന്നെ നമ്മുടെ വിവിധ സെഷനുകളിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് യെസ് ഹി ഈസ് ദേർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വൺസ് അഗൈൻ ജോയിൻ യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ഗിന്നസ് റഷീദ്, ദ സൊല്യൂഷൻ മാസ്റ്റർ, ഓൺ ടു ദ സ്റ്റേജ്. വെൽക്കം പ്ലീസ്. ഒപ്പം തന്നെ നമ്മുടെ മറ്റ് പാനലിസ്റ്റുകളെയും ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. വി ഹാവ് ദി സിഇഒ ഓഫ് ഇറാസ്ട്രൈബ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് മിസ്റ്റർ ഷിബു KT. നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് അദ്ദേഹത്തെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നെക്സ്റ്റ് ഇറ്റ്സ് മൈ പ്ലഷർ ടു ഇൻവൈറ്റ് വെന്യൂ പാർട്ട്ണർ ആൻഡ് കാപ്കോൺ ഡെവലപ്പേഴ്സിന്റെ CMD ആയിട്ടുള്ള മിസ്റ്റർ അൻവർ സാദത്ത് സി. അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് നിറഞ്ഞ കൈഡികൾ നൽകിക്കൊണ്ട് തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബിൽഡിംഗ് രംഗത്തിലെ ഡെവലപ്പേഴ്സ് രംഗത്ത് നിരവധി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കാപ്കോണിന്റെ പ്രിയപ്പെട്ട അമരക്കാരനായിട്ടുള്ള അൻവർ സാദത്ത് സി ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുന്നു. ബഹുമാനപ്പെട്ട ഫിറോസ് കളത്തിൽ അവരുടെ വേദിയിലേക്ക് ഞങ്ങൾ ഇതാ സ്വാഗതം ചെയ്യുകയാണ്. CEO ആൻഡ് കോ ഫൗണ്ടർ ഓഫ് ബിൽഡ് വേൾഡ് കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അദ്ദേഹം ഈ ഒരു വേദിയിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. അദ്ദേഹത്തെയും നിറഞ്ഞ സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ ഇതാ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇത്രയും സമയം കുറേയധികം ജെൻസ് വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടാണ്. കുറേ ഓൺട്രപ്രണേഴ്സ് വന്നതെല്ലാം തന്നെ മെയിലാണ്. ആൻഡ് ദ ഫസ്റ്റ് ലേഡി കമ്മിങ് ഓൺ ടു ദ സ്റ്റേജ്. ഒരുപാട് സന്തോഷത്തോടെ വേദിയിലേക്ക് ഞങ്ങൾ ഇതാ സ്വാഗതം ചെയ്യുകയാണ്. ഫൗണ്ടർ and CEO of Everly Cosmetics. We have ശ്രീലക്ഷ്മി CS. നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് ശ്രീലക്ഷ്മി CSനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇനി ഇത് എന്ന് പറയുന്നത് ശ്രീലക്ഷ്മിയുടെ ഒരു ജേർണി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ലേഡി ഓൺട്രപ്രണേഴ്സിന് തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്ലീസ് ബി സീറ്റഡ് ശ്രീലക്ഷ്മി. ഓക്കെ, യെസ്, ഓവർ ടു മിസ്റ്റർ ഗിന്നസ് റഷീദ്. അദ്ദേഹത്തെ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ട് ഏറെ ബഹുമാനത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഹായ്, എല്ലാവരും ഉഷാറല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുകയാണ്. സോ നമ്മുടെ പാനലിലേക്ക് കിടക്കുകയാണ്. പാനൽ ഡിസ്കഷൻസിൻ്റെ മുന്നേ ആയിട്ട് എല്ലാവരും പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന 4 പേരിൽ നിന്ന് മാക്സിമം നമുക്ക് ഊറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ 4 പേരും മാക്സിമം ഞങ്ങൾക്ക് തരണം. അത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ റൗണ്ടപ്പ് കഴിയുന്ന സമയത്ത് ഷോർട്ടായിട്ട് നിങ്ങളുടെ മാക്സിമം പേഴ്സണൽ എക്സ്പീരിയൻസുകളാണ് ഷെയർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ കണ്ടൻറ് ഉണ്ട്, നോളജ് ഉണ്ട്. ലോകത്തുള്ള എല്ലാ നോളജും ഓപ്പണാണ്. പക്ഷേ ഓപ്പൺ അല്ലാത്തൊരു കാര്യം നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് കിട്ടിയ വിസ്ഡമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ വന്നിട്ടുള്ളത്. കാരണം നോളജ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നോളജ് കിട്ടാൻ ഒരു പണിയില്ല. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളിലൊക്കെ കണ്ടൻസ് ഇഷ്ടം പോലെ കിട്ടാണ്ട്. ഇവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയാണ് വരേണ്ടത്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ എന്തായാലും നമ്മൾ നിൽക്കുന്ന ക്യാപ്റ്റോണിൽ തന്നെ നമുക്ക് തുടങ്ങാം, അല്ലേ? ഇൻട്രോ തുടങ്ങാം. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് റൗണ്ടിൽ ജസ്റ്റ് ഒരു പേഴ്സണൽ ഇൻട്രോ എന്നുള്ള നിലക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ശേഷം നമുക്ക് പാനൽ ഡിസ്കഷൻ്റെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. ഞാൻ അൻവർ സാദത്ത്, ഈ കാപ്കോൺ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. കഴിഞ്ഞ 25 ഇയേഴ്സായിട്ട് കേരളത്തിലെ ഒരുപാട് ഡിസ്ട്രിക്റ്റുകളിൽ 100+ റെസിഡൻഷ്യൽ കമേഴ്ഷ്യൽ പദ്ധതികൾ വളരെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിലെ ഞങ്ങളൊരു പുതിയ ഒരു മാസ്റ്റർ പീസ് പ്രോജക്റ്റാണ് ഈ കാപ്കോൺ സിറ്റി. അപ്പോൾ കാപ്കോൺ സിറ്റിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ. നെക്സ്റ്റ് ശ്രീലക്ഷ്മി. നമസ്കാരം. ഫസ്റ്റ് തന്നെ നൗഷാദിനും ബിസിനസ് കേരളയും എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. പിന്നെ ഞാൻ കോസ്മെറ്റിക്സിൻ്റെ ബ്രാൻഡാണ്. കോസ്മെറ്റിക്സ് മാനുഫാക്ചറിങ് ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി പ്രൊഡക്ട്സ്, പിന്നെ കോവർക്കിംഗ് സ്പേസ്, ഒരു ഹീറ്റ് പമ്പ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത്. ഹായ്, ഗുഡ് ഈവനിങ്. താങ്ക്സ് ഫോർ നൗഷാദ് ആൻഡ് ബിസിനസ് കേരള ടു ഇൻവൈറ്റിംഗ് അസ് ഹിയർ. എൻ്റെ പേര് ഷിബു. ഐറാസ്ട്രൈവ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, ചെന്നൈ ബേസ് ആയിട്ടുള്ളതാണ്. ആൻഡ് വി ആർ ഓപ്പറേറ്റിംഗ് ഇൻ ലൈക്ക് ചെന്നൈ, നോയിഡ,
and in US. Rest we will discuss, like we'll wind up, like we'll discuss further with Mr. Rashid. Thanks, and we'll have a wonderful session. Next, Firoz Bhai. Good evening, all. My name is Firoz Kalatil, and I am the CEO, co-founder of Build World Construction Private Limited. ഞങ്ങളുടെ ഓഫീസ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ്. ബാക്കിയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിവേ, എന്തായാലും 4 മേഖലകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇൻപുട്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എനിവേ, എന്തായാലും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് നമ്മൾ അൻവർ സാദാസിൽ നിന്നാണ്. ക്യാപ്കോൺ സിറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് 25 ഇയേഴ്സിൻ്റെ നിങ്ങളുടെ എക്സ്പീരിയൻസും ഒരുപാട് പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 100+ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ്, 5000-ഓളം ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട്. അതുപോലെ 3.5 മില്യൺ സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ആൾറെഡി ചെയ്തു കഴിഞ്ഞു. ആൾറെഡി ഗോയിങ് ഓൺ ഇപ്പോൾ 4 മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ പോയിക്കൊണ്ട് 1.75 മില്യൺസ് ഓൺ ഗോയിങ് ആണ്. ഇനി കംപ്ലീറ്റ് ചെയ്യാൻ ഇനി വരാൻ പോകുന്ന അപ്കമിങ് പ്രോജക്റ്റ് ഒക്കെ കേൾക്കുമ്പോൾ മില്യൺസ് ആണ്. അത് 4 മില്യൺ ആണ് ഈ അപ്കമിങ് പ്രോജക്റ്റ് വരുന്നത്. സോ എവിടെ നിന്നാണ് ഈ ഒരു മൈൻഡ് സെറ്റ് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ? അല്ലെങ്കിൽ അതൊരു ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്, അവരൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പേടിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഇനീഷ്യേറ്റ് 5000 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സോ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇത്രയും വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോൾ കാലിക്കറ്റ് എന്ന് പറയും മുട്ടായി തെരുവിൽ നിന്ന് മാറി ആ ഒരു അങ്ങാടിയൊക്കെ ഓഫായി ഇങ്ങോട്ട് നിങ്ങൾ ഈ ഒരു ഉൾനാടിലേക്ക് കോഴിക്കോടിനെ പറിച്ചു നടാൻ പറ്റുന്ന രീതിയിൽ ആ വിഷനറി മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വലിയ റിസ്ക് എടുക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കിട്ടിയത് എങ്ങനെയാണ്? അതൊരു സീക്രട്ട് ഉണ്ടാവുമല്ലോ അതിന്. ഇപ്പം നമ്മളിന്ന് ഇരിക്കുന്ന ഈ ഒരു ക്യാപ്കോൺ സിറ്റി, ഇപ്പം നമ്മളെ കരിയറിൽ ഇപ്പം ഞാൻ സ്പെഷ്യലി നമ്മൾ കേരളം നെക്സ്റ്റ് ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ. ഇപ്പം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എക്സ്പോർട്ടേഴ്സ്. ഇപ്പം ഞാൻ കുറച്ച് പേരും കേട്ടു, വളരെ സന്തോഷം. കാരണം വെച്ചാൽ നമ്മുടെ എക്സ്പോർട്ട് കേരളം ഒരു എന്തു തന്നെ വന്നു കഴിഞ്ഞാലും എൻ്റർപ്രൈനേഴ്സ് കേരളം വളർന്നുകൊണ്ടിരിക്കണം. ഈ വളർന്നുകൊണ്ടിരിക്കുന്ന കേരളം അതുപോലെ തന്നെ ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നൊരു ഡിസ്ട്രിക്റ്റാണ് കോഴിക്കോട്. ഈ കോഴിക്കോട് നഗരം ഇത്രയും വളരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ വളരെ സന്തോഷം. ഞങ്ങൾക്ക് ബിസിനസ്സിനേക്കാളൊക്കെ ഉപരി വളരെ സന്തോഷം. കാരണം കോഴിക്കോടിൻ്റെ വളർച്ചേൻ്റെ ഓരോ ഘട്ടങ്ങളിലും വിവിധ പ്രോജക്റ്റുകളിലൂടെ ആ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് വ്യത്യസ്തമായ പദ്ധതികൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ലാൻഡ്മാർക്ക് വേൾഡ് എന്ന പ്രോജക്റ്റ് തൊണ്ടയാട് ചെയ്യുന്ന സമയത്ത് അന്ന് അവിടെ 5 ഏക്കറിൽ 500 യൂണിറ്റ് അപ്പാർട്ട്മെൻറ്റ് 2012 ടൈമിൽ അന്ന് നമ്മളോട് ചോദിക്കും കാലിക്കറ്റിൽ ഇങ്ങോട്ട് ഈ ബൈപ്പാസിലേക്ക് ആരെങ്കിലുമൊക്കെ വരുമോ? എല്ലാവരും മാവ് റോഡിലല്ല ചെയ്യുക, കോഴിക്കോട് സിറ്റി മാത്രമേ സിറ്റിക്ക് ഇത്ര വളരുമോ? എങ്ങനെയാണ് നിങ്ങൾ ഈ ഫ്യൂച്ചറോ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കോഴിക്കോട് സിറ്റിൻ്റെ പുറത്ത് ചെയ്യുന്നത്? അത് ഞങ്ങൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. ദെൻ ഞങ്ങൾ എടുത്ത റിയൽ എസ്റ്റേറ്റിലെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ് മർക്കസ് മുന്നോട്ട് വെച്ചിരുന്ന ഒരു 125 ഏക്കറുള്ളൊരു സിറ്റി. ആ സിറ്റീൻ്റെ അത് കാലിക്കറ്റ് സിറ്റീൻ്റെ പുറത്ത് 40 കിലോമീറ്റർ അവയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ വലിയ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഞങ്ങൾക്കാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ചാർജ് കിട്ടിയത്. അതിൻ്റെ 125 ഏക്കർ മാസ്റ്റർ പ്ലാൻ ചെയ്തു. കോഴിക്കോടിന് സിറ്റീൻ്റെ 40 കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങളവിടെ 1500ഓളം റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകൾ, അതും ഹൈ റൈസ് ടവറിൽ നമ്മൾ ചെയ്തു. അത് ഡിസൈൻ ചെയ്തു. ആ സമയത്ത് നമ്മളോട് നമ്മളെ ഇൻഡസ്ട്രിയിലുള്ള നമ്മളെ ലീഡേഴ്സിനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ പ്രോജക്റ്റ് കാലിക്കറ്റ് സിറ്റിൻ്റെ പുറത്ത് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം നമ്മൾ ഞാൻ ഈ ഒരു വെന്യൂ ഇത് ദൈവാനുഗ്രഹം കൊണ്ട് 25 ഏക്കർ ലാൻഡ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിക്കുണ്ട്. ഇതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ് ഈ ഒരു വെന്യൂ. ഇത് ഒരു വലിയൊരു ടൗൺഷിപ്പായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊടുക്കുന്നു. പക്ഷേ ഞങ്ങൾ ഈ സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് കോവിഡ് ടൈമിലാണ്. നമ്മളിതിൻ്റെ മാസ്റ്റർ പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ മാസ്റ്റർ പ്ലാനിലൊക്കെ തന്നെ നമ്മൾ ഒരു ലക്ഷ്യം മുൻകൂട്ടി കാണുക, നമ്മുടെ നഗരത്തിനെ അടുത്ത ലെവലിലേക്ക് വളർത്തുക, ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, എൻ്റർപ്രണേഴ്സിനെ വളർത്തിയെടുക്കുക. അപ്പം ഇന്ന് തന്നെ ഇപ്പം നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് തോന്നുന്നു സാധാരണ ഇത്തരം ഇവൻറ്റുകളിൽ മോർണിംഗ് സെഷനൊക്കെ കഴിയുമ്പോൾ കാലിയാവും. എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്, ഇവിടേക്ക് ഒരു സീറ്റ് വാങ്ങിയത് ബുക്കിംഗ് ഒക്കെ 1 വീക്ക് to 10 days ബിഫോർ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആയി, കാരണം ഇത്രയും ടൈറ്റ് അത്രയും വലിയ ടോപ്പിക്കാണോ ഇവിടെ. പക്ഷേ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ എത്തി, ഞാൻ രാവിലെ കുറച്ച് എത്തണം വിചാരിച്ച് ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എത്തി നോക്കുമ്പോൾ ഏറ്റവും ബ്രില്യൻ്റായ ഐഡിയാസും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ടോപ്പിക്കുകളും നമ്മളെ നാടിനെ ഫ്രം കേരള ടു, കാരണം ആ ഒരു നമ്മുടെ നാട്ടിലുള്ള എൻ്റർപ്രണേഴ്സിന് നെക്സ്റ്റ് ലെവലിലേക്ക് വളരാനുള്ള വലിയൊരു ചാൻസാണ് ഇവിടുത്തെ നേരത്തെ സെഷൻ ഞാൻ നോക്കുമ്പോൾ നല്ല നല്ല ഇൻപുട്സുകളും നല്ല നല്ല നോളജുകളാണ് ഷെയർ ചെയ്യുന്നത്.
അപ്പം തന്നെ നമ്മൾ ഇങ്ങനത്തെ ഓരോ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്ത് അതിൽ ഇത്തരം നല്ല ചർച്ചകൾ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീൻ്റെ ബാക്കിയുള്ള കാര്യത്തിനേക്കാളൊക്കെ കൂടുതൽ കേരളം വളരും, നമ്മുടെ നാട് വളരും, നിങ്ങൾ ഓരോരുത്തരും വളരും. ആ വളർച്ചയിൽ ക്യാപ്കോൺ ഗ്രൂപ്പിന് അതിലും ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ള വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു സാർ. അദ്ദേഹം പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ബി എ വിഷണറി ലീഡർ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു വിഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് വലിയൊരു വിഷൻ. ഈ വിഷനെ നമ്മൾ എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ രാജ്യത്ത് നമ്മളൊരു നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കും നമുക്ക് ഗവൺമെൻറ് എന്താ തരാനുള്ളത്, അല്ലെങ്കിൽ എന്ത് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ആസ് എ സിറ്റിസൺ എന്നുള്ളവർക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക. എല്ലാ ആളുകൾക്കും ഇവിടെ ഇരിക്കുന്ന ഈച്ച് ആൻഡ് എവറി പേഴ്സണും ഒരു വിഷൻ കാണാനും ആ വിഷൻ രാജ്യത്തിന് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടി, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് ആ വിഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അല്ലേ സാറേ? എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം, സർവീസ് ആയിരിക്കാം, ഒരു പ്രൊജക്റ്റ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കാൻ കഴിയും. ചിലപ്പോൾ ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷേ അത് ഈ നാഷണലിനെ അഡ്രസ്സ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലീഡിംഗ് ആയിട്ടുള്ള പല രാജ്യങ്ങളും നോക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകതകളൊന്നുമില്ല. അവരിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് വിഷനറി ലീഡേഴ്സ് കൂടുതലാണെന്നുള്ള ആ രാജ്യത്തിൻ്റെ അസറ്റ്. ഞാൻ എപ്പോഴും പറയും, ദുബായ് പോലുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും റിച്ച് ആവുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇത്രയും ലെവലിൽ റീച്ച് ആവാനുള്ള ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നത്തിങ് വിഷനറി ലീഡേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അനുവസാദത്തിനെ പോലെയുള്ള വിഷണറി ലീഡേഴ്സിൻ്റെ മുമ്പിൽ പ്രൊജക്റ്റിൻ്റെ വലുപ്പമല്ല, ആ മൈൻഡ് സെറ്റ് വരുന്നത് നമ്മുടെ ഉള്ളിൽ വിഷൻ ഉണ്ടാകുമ്പോഴാണ്. വിഷൻ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, നല്ലൊരു മനസ്സുണ്ടായാൽ മതി. അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. അപ്പോൾ ബി എ വിഷണറി ലീഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീലക്ഷ്മിയിലേക്കാണ്. കോസ്മെറ്റിക്സിലെ പ്രൊഡക്ട്സുകൾ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ബ്രാൻഡിങ്ങിനോട് കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ഇൻഡസ്ട്രിയിൽ നോക്കുവാണെങ്കിൽ ആളുകളുടെ ഏറ്റവും വാല്യൂ ഉള്ള സാധനമാണ് ഫേസ്, ശരീരം എന്നൊക്കെ പറയുമ്പോൾ. ആ ബ്യൂട്ടിമ തൊട്ടിട്ട് ഒരാളൊരു റിസ്ക് എടുക്കില്ല. അപ്പോൾ ആൾറെഡി കോർപ്പറേറ്റ്സുകൾ ഏറ്റവും നല്ല ബ്രാൻഡഡ് പ്രൊഡക്ട്സുകളാണ് എല്ലാവരും യൂസ് ചെയ്യുക. ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ ഒരു പ്രൊഡക്ട്സിനെ എൻ്റർ ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ അവിടെയുണ്ട്. കാരണം ടേസ്റ്റ് ചെയ്യുകയും ടച്ച് ചെയ്യുകയും ചെയ്യുന്ന സാധനത്തിന് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കോർപ്പറേറ്റ്സുകളെ വലുത് രീതിയിൽ സോപ്പുകളും മറ്റുള്ള കോസ്മെറ്റിക് ഒരുപാട് പ്രൊഡക്ട്സുകൾ ഇറക്കി നല്ല രീതിയിൽ റീച്ച് ചെയ്യാൻ പറ്റി. സോ എങ്ങനെയാണ് ആ ട്രസ്റ്റ് ആളുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്? എങ്ങനെയാണ് ബിൽഡ് ചെയ്തത്? ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാധാരണ കമ്പനി ആണെങ്കിലും കോർപ്പറേറ്റ് കമ്പനി ആണെങ്കിലും ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങുന്നത് ഒരു കോവിഡിൻ്റെ സമയത്താണ്. ഞാനൊരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായിരുന്നു. ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ബിസിനസ് സ്ട്രാറ്റജിയോ ബ്രാൻഡിങ്ങോ ട്രസ്റ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്നുമില്ലാതെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഓരോ കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സും ഞാൻ ഫസ്റ്റ് ഹാൻഡ് മെയ്ഡ് സോപ്പ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോഴും അത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുന്ന വീഡിയോസ് തൊട്ട് അത് എൻ്റെ തന്നെ ഫേസിലാണ് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ചത്. അപ്പോൾ ആ ഓരോരോ ദിവസം നമ്മളുടെ ഫേസിൽ തന്നെ ഇട്ടിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നു, അത് ആളുകൾ കാണുന്നു. അങ്ങനെയാണ് എന്ന് തോന്നുന്നു എനിക്ക് ആളുകളിലേക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയത്. കാരണം ഇപ്പോൾ എൻ്റെ മോളുണ്ടായിരുന്നു, മോൾക്ക് 6 വയസ്സായിരുന്നു. അപ്പോൾ മോളും ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഇടും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തായാലും സ്വന്തം നമ്മുടെ മുഖത്താണെങ്കിലും മോളുടെ മുഖത്താണെങ്കിലും അത് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രസ്റ്റ് വരുമല്ലോ. അപ്പം അങ്ങനെയാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഫസ്റ്റ് ആ ഒരു എന്നോടുള്ളൊരു കോൺഫിഡൻസിൻ്റെ പേരിൽ, എന്നോടുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ എല്ലാവരും ഉപയോഗിച്ചു. പിന്നെ എല്ലാവർക്കും അത് ഇഷ്ടമായി. പിന്നെ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വന്നു. ഓട്ടോമാറ്റിക്കലി ട്രസ്റ്റ് ബിൽഡ് ചെയ്തു. ദാറ്റ്സ് എ ഗ്രേറ്റ്. ഒരു പ്രൊഡക്ട്സ് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. കുട്ടികൾക്ക് കഴിക്കാൻ പറ്റാത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കാൻ പാടില്ല. നമ്മൾ പണ്ടൊരു കൺസെഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കഥയിൽ കേട്ട ഒരു സംഭവമാണ്. ഒരുപാട് കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്ത് 30 വർഷമായിട്ട് വർക്ക് ചെയ്ത ഒരാൾ, അവർ പിരിഞ്ഞു പോകാം മാനേജർ പിരിഞ്ഞു പോയ സമയത്ത് ലാസ്റ്റ് ഒരു വീട് കൂടി ഉണ്ടാക്കാൻ പറഞ്ഞു. ആ വീട് ഉണ്ടാക്കിയതിന് ശേഷം നീ പോയിക്കോന്ന് പറഞ്ഞു. അവസാനം അയാൾ പോകാൻ സമയത്ത് അയാൾക്ക് 2 മാനേജേഴ്സാണ് പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ 2 പേരോട് ഇത് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞത് അവസാനത്തെ പോക്കല്ലേ, എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. മറ്റേ ആൾ ലാസ്റ്റത്തെ പോക്കാണല്ലോ, അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ളത് ക്രിയേറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് 2 പേരും എല്ലാം കഴിഞ്ഞ് ചാവി കൊണ്ടു കൊടുത്തപ്പോൾ മുതലേ പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞു.
സോ അതുപോലെ നമുക്കുള്ളതാണ്. നമ്മൾ വേറൊരു കുട്ടികൾക്കൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫുഡ് ആവട്ടെ, കോസ്മെറ്റിക് എന്താണട്ടെ, നാളെ അത് നമ്മളെ കുട്ടിയിലേക്കും തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ദാറ്റ്സ് എ മിനിമം വേബൽ പ്രൊഡക്ട്സ് എന്ന് പറയും. ആ ഒരു പ്രൊഡക്ട്സാണ് മാഡം ക്രിയേറ്റ് ചെയ്തത്. അതിന് ശേഷം പിന്നെ ബ്രാൻഡ് ആവാൻ പണിയില്ല. ഓക്കെ, ഗ്രേറ്റ്. നെക്സ്റ്റ് നമ്മുടെ ഫിറോസ് ഭായിലേക്ക് പോവുകയാണ്. സോ ഈ പറയുന്നതിന് മുമ്പ് ബിൽഡ് വേൾഡ് പറയണം. ബിൽഡ് വേൾഡിൻ്റെ തുടക്കം കൺസ്ട്രക്ഷൻ കമ്പനി മലപ്പുറത്തുനിന്ന്. മുനീർ സാഹിബ് ഒന്ന് എണീറ്റ് നിൽക്കുമോ? സോ മുനീർക്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ ഫിറോസ് ഭായി ഉണ്ട്. സോ ഫിറോസ് ഖാനെ മുന്നേ തന്നെ അറിയാം, ഞങ്ങൾ ഫാമിലി കസിൻ ഫ്രണ്ടൊക്കെയാണ്. അപ്പോൾ എനിവേ എന്തായാലും നിങ്ങളുടെ തുടക്കം ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ വലിയ പ്രൊജക്റ്റുകളിലാണ് ഫിറോസ് ഭായി ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിന് ശേഷമാണ് നാട്ടിൽ ബിൽഡ് വേൾഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇവിടെ കൺസ്ട്രക്ഷൻ മേഖലയിലും പ്രൊജക്റ്റുകളൊക്കെ ഇൻവോൾവ് ആയത്. അപ്പോൾ വലിയ വലിയ പ്രോജക്റ്റുകളിലൊക്കെ ഇൻവോൾവ് ചെയ്തു. ഇവിടെ നാട്ടിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് സിസ്റ്റമാറ്റിക് ആണ്. എവറിത്തിങ് പ്രൊജക്റ്റിൽ സ്ട്രക്ചർ ഉണ്ട്, പ്ലാനിങ് ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്, SOPs ഉണ്ട്, എല്ലാം ഫോളോ ചെയ്തിട്ടാണ് ഒരു പ്രോജക്റ്റ് എക്സിക്യൂഷൻ ചെയ്യുന്നത്. ഇവിടെ എത്തിയപ്പോൾ നാടൻ രീതിയിൽ നമുക്ക് ആ പരിപാടി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇത് രണ്ടിൻ്റെ ഇടയിൽ നിങ്ങൾ നിന്നിട്ട് അത് കൺസൾട്ട് ചെയ്ത് കുറേ ആളുകളെ കൺവീൻസ് ചെയ്ത് പല പ്രൊജക്റ്റുകളും ഞാൻ ചെയ്തത് കണ്ടു. ആ പ്രൊജക്റ്റുകളിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പ്രൊജക്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ക്ലയൻസിനെ കൺവീൻസ് ചെയ്തെടുക്കാൻ, അതല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡിൽ ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് അത് കൺവീൻസ് ചെയ്തെടുത്തത്, അല്ലെങ്കിൽ എന്തായിരുന്നു അതിന് പറഞ്ഞ റീസൺസ്? ഫസ്റ്റ് ഓഫ് ഓൾ വളരെ സന്തോഷമുണ്ട്. കാരണം മോഡറേറ്റ് ആയിട്ടിരിക്കുന്നത് നമ്മളെ കസിൻ കൂടിയാണ്. നോട്ട് ഓൺലി ദാറ്റ്, ഞാൻ ഇന്ത്യയിൽ ഇന്ന് സെറ്റായിക്കണമെങ്കിലും സെറ്റിൽ ചെയ്യാൻ ഒരു കാരണക്കാരനും ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാനുള്ള ഒരു കാരണക്കാരനും ശ്രീ റഷീദാണ്. താങ്ക് യു ഫോർ ദാറ്റ്. കാരണം നല്ല രീതിയിൽ പുറത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലും US കോൺസുലേറ്റിലും മക്ക ആർമിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്ത് ദുബായിൽ വന്ന് സ്വന്തമായി കമ്പനിയൊക്കെ ഇട്ട് സെറ്റിൽ ചെയ്യുന്ന മനുഷ്യനെ നല്ലോണം പറഞ്ഞ് ഫിറോസ് ഖാൻ നാട്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്യണം, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, നിങ്ങൾ എന്തെങ്കിലും നാട്ടിൽ ചെയ്യണം. അതിന് ഇയാളിൻ്റെ ഉമ്മാനെയും കൂട്ടുപിടിച്ചു. കാരണം അവർ രണ്ടാളെ നിർബന്ധം. പിന്നെ അതിനുശേഷം അദ്ദേഹം മുനീറിനെ പരിചയപ്പെടുത്തി തന്നു. അതാണ് ഞാൻ ഇന്ത്യയിൽ വരാൻ കാരണം. 16 വർഷം ഞാൻ സൗദി അറേബ്യ ജിദ്ദയിലായിരുന്നു. ഇൻ്റർനാഷണൽ എയർപോർട്ട് ജിദ്ദ, അതേമാതിരി US കോൺസുലേറ്റ്, പെൻറ്റഗോണ്ടപ്പേന്ന് ഒരു 6-7 വർഷം ജോലി ചെയ്യുന്നത്. പിന്നെ മക്ക ഹറമിൽ വർക്ക് ചെയ്യാൻ പറ്റി, അൽഹംദുലില്ലാ. സോ അതിനുശേഷം ദുബായിൽ തുടങ്ങി. അപ്പോഴാണ് റഷീദ് സാറ് ഇങ്ങനെ മുനീർ ഭായിനായിട്ടൊന്ന് കോർഡിനേറ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആക്ച്വലി കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളെത്തുമ്പോൾ കുറച്ചതിൽ ഞാനൊന്ന് സീരിയസ് ആയിട്ട് പറയാം. ഇന്ന് എല്ലാവർക്കും അതിൽ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കുറേ പ്രശ്നങ്ങളും അതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. അതിനുള്ളൊരു സൊല്യൂഷനാണ് ആക്ച്വലി ഞാൻ അതിനൊരു മൈൻഡിൽ ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ. കാരണം നമ്മൾ കൺസ്ട്രക്ഷൻ കമ്പനി സാധാരണ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അല്ല, ഞങ്ങൾ വളരെ യുണീക്കാണ്. കാരണം വെച്ചാൽ ഒരു ക്ലയൻറ്റിന് ഡിസൈൻ മുതൽ അദ്ദേഹത്തിന് കീ ഹാൻഡ് ഓവർ വരെ ഇൻഹൗസായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അത് ബിൽറ്റ് ചെയ്യാൻ അത്ര എളുപ്പമായിരുന്നില്ല ഇവിടെ. ഈ ഒരു തോട്ടിൻ്റെ മൈൻഡിൽ ആക്ച്വലി 2000 വന്നിട്ടുണ്ട്. കാരണം 2000 ഞാൻ എൻ്റെ വീട് കയറ്റിയ സമയത്ത് ഞാൻ ഫീൽ ചെയ്ത കാര്യമാണ്. കാരണം വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അതല്ലെങ്കിൽ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അവർ അതിൽ ബിസി ആയിക്കാരും കൂടുതൽ. ആ സമയത്ത് അവരുടെ ഒരു കൺസ്ട്രക്ഷൻ, ഒരു വീടോ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റോ അവർ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതൽ അതിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളെ നാട്ടിലും പുറത്തും തമ്മിലെ വ്യത്യാസം എന്താ വെച്ചാൽ, പുറത്ത് നിങ്ങളൊരു വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് സൗദിയിലോ ദുബായിലോ പോകുമ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും, വിത്ത് ക്വാളിറ്റി, വിത്ത് പെർഫെക്ഷൻ, വിത്ത് എവറിത്തിങ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ നാട്ടിൽ ഇത് വല്ലാതെ ഡിലേ ആയി പോകുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് മാത്രമല്ല, ഈ ക്യാഷ് ഇറക്കണ ഈ ക്ലയൻസിനും ബിസിനസ് പീപ്പിളിനും അവർക്കിതൊരു തലവേദനയായിട്ട് അവരുടെ ബിസിനസ്സിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാതെ അവിടെ ഇവിടെ റിസൾട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ. കാരണം എൻ്റെ വീട് ഞാൻ കയറ്റിയ സമയത്ത് ഇയർലി എനിക്കൊരു 10 days ഫ്രീ കിട്ടുള്ളൂ. ഇവിടെ വന്നൊരു വീട് കയറ്റുന്ന നേരത്ത് കോൺക്രീറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒരു കമ്പനി, അവർ ആ കോൺക്രീറ്റ് വർക്ക് മാത്രമേ ചെയ്യണുള്ളൂ. Then you want to go to plastering, you want to go to tiling, electrical, mechanical, plumbing, HVAC. ഇതൊക്കെ ഇയാൾ ഡിഫറെൻറ്റ് ടീമിനായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. പലപ്പോഴും പറ്റുന്നത് ഇവർ കുറച്ച് ക്യാഷിൻ്റെ കാര്യം നോക്കുമ്പോൾ അൺപ്രൊഫഷണൽ പീപ്പിളിൻ്റെ അടുത്ത് പോയി പെടും. പിന്നെ ഇത് ആര് കോർഡിനേറ്റ് ചെയ്യും? നിങ്ങളൊരു സീലിംഗ് ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ഉള്ളിൽ ലോട്ട് ഓഫ് തിങ്സ് റൺ ചെയ്യാണ്ട് അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഓരോരുത്തരെ വിളിച്ച് വരുന്ന ആൾ അവൻ്റെ ജോലി ചെയ്ത് മാത്രമേ പോകുള്ളൂ. ഒരിക്കലും മറ്റുള്ള ഒരാളായിട്ട് കോർഡിനേറ്റ് ചെയ്യാനോ ഇത് ശരിയാക്കാനോ പറ്റില്ല. പക്ഷേ
എൻഡ് ഓഫ് ദ ഡേ എനിക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ 1 ഇയർ കൊണ്ട് തീർക്കേണ്ട പ്രൊജക്റ്റ് 2-3 ഇയർ എടുക്കും ചെയ്തു. ഇവിടുത്തെ തലവര കൊണ്ട് അവിടുത്തെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഇഷ്യൂസ് വന്നു. എഗെയിൻ ദ കോസ്റ്റ്, ഒരു കൊല്ലത്തെ പ്രൊജക്റ്റ് നിങ്ങൾ രണ്ടാമത്തെ കൊല്ലത്തേക്ക് പോകുന്നതോടുകൂടി 30% ഓൾറെഡി കൂടി. പലപ്പോഴും അത് മനസ്സിലാക്കാത്ത കുഴപ്പം അതിൽ നല്ല വട്ടിപ്പലിശക്ക് പൈസ എടുക്കണം, വട്ടിപ്പലിശക്ക് പൈസ എടുക്കണം, അതും 30% ആവില്ലല്ലോ. സോ അതിനൊരു സൊല്യൂഷൻ, ഒരാൾക്ക് ഒരു വീട് കയറ്റണമെങ്കിലോ ഒരു മോള് കയറ്റണമെങ്കിലോ അല്ലെങ്കിൽ വാട്ട് എവർ യു വാണ്ട് ടു ഡു, അയാൾ കംപ്ലീറ്റ് ഫ്രീ ആയിക്കൊണ്ട് എങ്ങനെയാണോ മിഡിൽ ഈസ്റ്റ് ചെയ്യണു, എങ്ങനെയാണോ ഇന്ത്യ US ചെയ്യണു, അതേമാതിരി ഒരു കമ്പനി വേണമെന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. 2018 റഷീദും മുനീറൊക്കെ പാടെ കൂടിയിട്ട് ആ ഒരു തോട്ടക്ക് ഫിറോസ്ക്ക് ഞങ്ങൾ വന്ന് അത് ചെയ്യണം, ഇത്ര എക്സ്പീരിയൻസ് എനിക്ക് പുറത്ത് കിട്ടിയല്ലേ, ഇവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ നാട്ടിൽ വരുത്തി. പക്ഷെ ഇവിടെ വന്നപ്പോൾ വീണ്ടും പറ്റിയെന്താ വെച്ചാൽ എൻ്റെ അമ്മക്ക് 4 ആങ്ങളമാരാ. ഫിറോസ് 5-6 ദിവസമായിട്ട് തിരിച്ചു പോകണില്ല, എന്താ അവിടെ പ്രശ്നം? ഞാൻ ഒരുത്തൻ ഗൾഫിൽ നിന്ന് വന്നാൽ പെട്ടെന്ന് പോയിട്ടില്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രശ്നമാണ് കൂട്ടത്തിലും കുടുംബത്തിലും. അപ്പോൾ എന്താ പോകാത്ത? അല്ല, അവൻ ഇവിടെ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാൻ പോവാണ്. കൺസ്ട്രക്ഷൻ കമ്പനി അവനോ? ഈ അമേരിക്കൻ സിസ്റ്റം 10-9-59 ഇല്ല, 10-1 ഇല്ല, ഇവനെങ്ങനെ ഇവിടെ നടക്കും? അങ്ങനെ പല പ്രശ്നങ്ങൾ. പിന്നെ പണിക്കാരാണെങ്കിൽ ഇന്ന് വന്നുവെച്ചാൽ എന്ന് വരും പറഞ്ഞ് ഇവനെങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യും? അത് കഴിഞ്ഞിട്ട് അങ്ങാടി പോയിട്ട് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇവിടെ പണിയില്ല, നീ എന്താ ഇവിടെ ചെയ്യണ്ടു? എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം പോസിബിൾ ആക്കുക എന്നുള്ളൊരു തീരുമാനം എപ്പോഴും ഉണ്ട്. മുനീറാണെങ്കിൽ 10-15 കൊല്ലമായിട്ട് ഓൾറെഡി ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. സോ പക്ഷേ ആ ഒരു കൺസെപ്റ്റിക്ക് കൊണ്ടുവരാൻ ആർക്കൊരു പേടിയുണ്ട്, പിന്നെ ഇയാൾക്ക് ചെറിയൊരു ധൈര്യം ഉണ്ട് എപ്പോഴും ഉള്ളതുകൊണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ അങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്തു. ഇന്ന് 2026, അതായത് 2018 26 ആയപ്പത്തിന് ആ ഒരു സിസ്റ്റം കൃത്യമായിട്ട് ഞങ്ങളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇന്ന് ബിൽഡ് വേൾഡ് വളരെ സ്റ്റേബിൾ കമ്പനിയാണ്. 350 crores പ്രൊജക്ട്സ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5-star ഹോട്ടൽ മുതൽ അമ്യൂസ്മെൻറ്റ് പാർക്ക്, മാൻഷന്, ഇതൊക്കെ ഞങ്ങൾ ഈ രീതിയിൽ തന്നെ ചെയ്തതാണ്. ഒരു കരിങ്കൽ പണിക്കാരന് പോലും നിങ്ങൾ ഞങ്ങളെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ സിഗരറ്റ് വലിക്കാതെ പെർഫെക്റ്റ് ആയിട്ട് സൈറ്റ് എഞ്ചിനീയർ, ഷോപ്പ് ഡ്രോയിങ്, ടെക്നിക്കൽ ടീം വളരെ ക്ലിയർ ആയിട്ട്, ഈവൻ ഞങ്ങളൊരു ഡേറ്റ് പറഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം പോകുകയാണെങ്കിൽ പോലും ഞങ്ങൾ അതിന് അങ്ങോട്ട് ഗ്യാരണ്ടിയാണ് പെർ ഡേ 10,000 വെച്ച് തരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇന്ന് ബിൽഡ് വേൾഡ് സ്റ്റേബിളായിട്ട് വളരെ നന്നായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇനി വി ആർ റിട്ടേൺ ടു ദുബായ്. എന്തായാലും ഇന്റർനാഷണൽ എക്സ്പ്ലോറേഷനിൽ അദ്ദേഹത്തിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാനുള്ള കാരണം നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ എല്ലാ ദിവസവും ആളുകൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയ ആളുകൾ ആരും തിരിച്ചു വരുന്നില്ല. പലപ്പോഴും നമ്മുടെ നാട്ടിൽ കുറ്റം പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ ക്വാളിറ്റി ഇല്ല സംഭവം. ക്വാളിറ്റി ഉള്ള ആളുകളൊക്കെ പോവുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പുറത്തുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അവരെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്ന സാധനം ഇവിടെ അതില്ല ഇതില്ല. എല്ലാവരും അത് പറഞ്ഞു പോയാൽ ഇവിടെ ആരാ അതൊക്കെ ഉണ്ടാക്കുക? ആരും ഉണ്ടാക്കാനില്ലല്ലോ. എല്ലാവരും ഇത് പറഞ്ഞ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ആരും ഉണ്ടാക്കുക? നമ്മൾ പറയല്ലോ നമ്മുടെ ഗവൺമെൻറ് ശരിയല്ല. ഗവൺമെൻറ് ആരാ? ഈ കൂട്ടത്തിൽ ഒരാളാണ് MLA ആവണത്, അയാളാണ് മന്ത്രി ആവണത്, അയാളാണ് മുഖ്യമന്ത്രി ആവുന്നത്. നമ്മളെ ഒരു സ്വഭാവം അയാൾക്കുണ്ടാവുമല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? ഈ ബോട്ടിലേക്ക് ഒരു നാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാരങ്ങയിൽ ഇല്ലാത്തൊരു സാധനം ഇതിലുണ്ടാവില്ലല്ലോ. സ്വാഭാവികമായിട്ട് ആ ടെസ്റ്റ് തന്നെയല്ലേ എവിടെയും വരിക. ഇതുപോലെയാണ്, നമ്മളിൽ നിന്നുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ നല്ല കഴിവുള്ള ആളുകൾ പുറത്തുണ്ട്, അവരൊക്കെ ഇങ്ങോട്ട് ഇൻവൈറ്റ്. ഇതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഫിറോസ് ഭായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത അവർ ചെയ്ത ഒരുപാട് പ്രൊജക്റ്റുകൾ, നല്ല പ്രൊജക്റ്റുകൾ കാണാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. എൻ്റെ സന്തോഷം അത്. അതുപോലെ ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ ഇവിടെ ഉണ്ട്, ഇനിയും കുറേ ആൾക്കാരുണ്ട് അഡ്രസ്സ് ചെയ്യാൻ. എനിവേ, എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത് ഷിബു. ബിസിനസ്സിൻ്റെ സിസ്റ്റം അല്ലേ, സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. യെസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ബിസിനസ്സിൽ 3 ഫോർമാറ്റുകളാണുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പീപ്പിൾ ഓറിയൻറ്റഡ് ആയിരിക്കും, അല്ലേ? പീപ്പിൾ ഓറിയൻറ്റഡ് ആയിരിക്കും. അതിനെ പ്രോസസ് ഓറിയൻറ്റഡ് ആക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അതിൻ്റെ കൺസിസ്റ്റൻസിയാണ്. സ്ഥിരതയോടുകൂടെ ആ പ്രോസസ്സ് ഫോളോ ചെയ്താൽ വളരെ സ്മൂത്തായിരിക്കും, പക്ഷെ അത് ഫോളോ ചെയ്യപ്പെടില്ല. അവിടെയാണ് ടെക്നോളജി ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് ഒരു പ്രോസസ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു പീപ്പിൾ, പ്രോസസ്, ടെക്നോളജി ഇൻറ്റിഗ്രേഷൻ, ഈ 3 കാര്യങ്ങളും ഇൻബിൽട്ടായിട്ട് വരുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഏതൊക്കെ ടെക്നോളജിയാണ് ഒരു ബിസിനസ്സുകാരെ യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ പ്രോസസ്സിലാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒന്ന് പറയാമോ? First of all, thanks for this question itself, right? This is exactly where we want to start it. And all the co-panelists. So, ഇത് പറയുന്നതിനെക്കാട്ടും മുന്നേ ഞാൻ 2 കാര്യങ്ങൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പറയാം, എന്തുകൊണ്ട് ഇത് പറയണം എന്നുള്ളത്. ഓക്കെ, സോ വൺ ഈസ് ബേസിക്കലി ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും കൊഡാക്ക് എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് അറിയായിരിക്കും. ഓക്കെ, കൊഡാക്ക് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടായി, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാഷ് ഔട്ട് ആവുന്നൊരു സിറ്റുവേഷൻ, റൈറ്റ്?
ഒരു കാലത്ത് മൾട്ടി ബില്യൺ ബിസിനസ് ആയിരുന്നു കൊഡാക്ക്, ഒരു പെട്ടെന്നൊരു ദിവസം മാർക്കറ്റിൽ നിന്ന് പോകുന്നു. ഇതിൻ്റെ റീസൺ എന്തായിരിക്കും എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ സമയത്ത്? അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? വാട്ട് വാസ് ദ റീസൺ? റീസൺ വാസ് ഐഡിയലി പറയാൻ പറ്റുന്നൊരു റീസൺ നമുക്ക് പറയാം, ഡിജിറ്റൽ ക്യാമറ വന്നു അല്ലേ, ഫിലിം എന്ന് പോയി ഡിജിറ്റൽ ക്യാമറ വന്നു. പക്ഷേ ഐറണി ഈസ് ബേസിക്കലി ഈ ഡിജിറ്റൽ ക്യാമറ ക്രിയേറ്റ് ചെയ്തത് തന്നെ കൊഡാക്കാണ്. ദ ഫസ്റ്റ് ഇൻവെൻഷൻ വാസ് ഡൺ ബൈ കൊഡാക്ക്. ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, പക്ഷേ കൊഡാക്ക് അന്നേരം അവരൊരു എഡമെൻറ്റ് നേച്ചർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബേസിക്കലി ആ ഫിലിം ബേസ്ഡ് ആണ് പോകില്ല എന്നുള്ളത്. സോ ദിസ് ഈസ് വാട്ട് ബിസിനസ് ഷുഡ് റീഫ്രെയിൻ. നമ്മുടെ അടുത്തുള്ള ഒരു സാധനം നമ്മുടെ അടുത്ത് വിട്ടു പോകില്ല എന്നുള്ളത് ഫസ്റ്റ് റിമൂവ് ദാറ്റ് തോട്ട് ഫ്രം യുവർ മൈൻഡ് ഇറ്റ് സെൽഫ്. വി ഷുഡ് നോട്ട് ബി അഡമെൻറ്റ് ടു സംതിങ്, റൈറ്റ്? സെക്കൻഡ്, ഇതേ നോട്ട് തന്നെ പറയുകയാണെങ്കിൽ, ഒന്ന് ഇൻസ്പയർ ആവാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നോക്കിയ എന്ന് പറയുന്ന മൊബൈൽ കമ്പനി ഇപ്പോഴും തലയിൽ ഇങ്ങനെ ആ ട്യൂൺ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് പഠിക്കുന്ന കാലത്ത് ആ 1100 എന്ന് പറഞ്ഞ ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ സുഖം, അതിപ്പോൾ ഒരു ഐഫോൺ യൂസ് ചെയ്താലും കിട്ടുന്നില്ല. പക്ഷെ എന്നാലും ഒരു സുപ്രഭാതത്തിൽ ആ മാർക്കറ്റിൽ നിന്ന് തന്നെ വാഷ് ഔട്ട് ആവുന്നു. ഓക്കെ, നമ്മളിപ്പോൾ അന്വേഷിക്കുന്ന സമയത്ത് എല്ലാവരും പറയും ഇതിൻ്റെ റീസൺ ഇസ് ബേസിക്കലി ദ സ്മാർട്ട് ഫോൺസ്. ബട്ട് ഡു വി തിങ്ക് ദാറ്റ് നോക്കിയ പോലത്തെ ഒരു കമ്പനിക്ക് അതിൻ്റെ കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അത് റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണോ? ദ ആക്ച്വൽ റീസൺ അതിൻ്റെ സിഇഒയുടെ തന്നെ ഒരു വലിയൊരു കോട്ടുണ്ട്, വിച്ച് വാസ് ലൈക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയ ഒരു കോട്ടാണത്. ലൈക്ക് വി വർ നെവർ ബീൻ റോങ് ബട്ട് വി വർ നോട്ട് ഫാസ്റ്റ് ഇനഫ്. സോ ഈ രണ്ട് തോട്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും ഫസ്റ്റ് ടൈം ഞാൻ മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്ന കാലം മുതലേ നമ്മൾ ചെയ്തിട്ടുള്ളൊരു കാര്യം ഇതായിരുന്നു. ഐ എം നോട്ട് ബീൻ അഡമെൻറ്റ്. മൈ ഫിലോസഫി ഈസ് ബേസിക്കലി ഫെയിൽ ഫാസ്റ്റ്. എത്ര പെട്ടെന്ന് ഫെയിൽ ആവാൻ പറ്റും അത്രയും പെട്ടെന്ന് ഫെയിൽ ആവാൻ ആൻഡ് ഡു വിത്ത് ദ നെക്സ്റ്റ് വൺ, റൈറ്റ്? വി ഡോണ്ട് വോണ്ട് ടു സ്റ്റിക്ക് ഓൺ സംതിങ് ആൻഡ് ദെൻ കീപ്പ് ഓൺ സ്പെൻഡിങ് മണി ഓൺ ദാറ്റ്, കീപ്പ് ഓൺ, ബിക്കോസ് ടൈം ഇസ് മണി ഹിയർ. സെക്കൻഡ് ഇസ് ബേസിക്കലി എത്രത്തോളം നമുക്ക് ടെക്നോളജിനെ അഡാപ്റ്റബിൾ ആക്കുക എന്നുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി ഡു കറൻ്റ്ലി. ഇത് പറയുമ്പം തന്നെ ഐ വർക്ക് ഇൻ AI. കഴിഞ്ഞൊരു 20-22 വർഷമായിട്ട് ഇൻ ദ എക്സ്പീരിയൻസ് ഇസ് ഓൾസോ ഓൺ ദ ഡേറ്റ ആൻഡ് AI തിങ്. ഓക്കെ, സോ ഡേറ്റ ഗീവ്സ് അസ് എ ലോട്ട്. കുറച്ച് ടെക്നിക്കൽ ആയിരുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ എത്രത്തോളം ഡേറ്റ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ തന്നെ ആൾക്കാർ മൊബൈൽ നമ്പർ എഴുതി വെക്കും. എന്തിനാണ് മൊബൈൽ നമ്പർ എന്നുള്ളത്? ഇറ്റ് ഈസ് നോട്ട് ഫോർ സ്പാമിങ് ഓർ സംതിങ്, റൈറ്റ്? ഒരു പുതിയൊരു പ്രോഡക്റ്റ് വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും വലിയ ടൂളാണ്, ബിക്കോസ് ഇറ്റ്സ് എ ഡയറക്റ്റ് കസ്റ്റമർ. പക്ഷേ എത്രത്തോളം സൂപ്പർ മാർക്കറ്റുകാർ അത് ചെയ്യുന്നുണ്ട്, ഇല്ലേ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ മാനുവൽ പ്രോസസ്. മോസ്റ്റ് ഓഫ് ദ സൂപ്പർ മാർക്കറ്റ് ടെക്നോളജി ഓറിയൻറ്റഡ് അല്ല, അവരത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഇറ്റ് ഇസ് എ മാനുവൽ പ്രോസസ്. പക്ഷേ അതുപോലത്തെ ഒരു ഡയറക്റ്റ് കസ്റ്റമർ നമ്മുടെ കയ്യിലുള്ള സമയത്ത് നമ്മൾ പുറത്ത് പോയി ഒരു ഡാറ്റാബേസ് വാങ്ങിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ബിക്കോസ് ആ സൂപ്പർ മാർക്കറ്റിൽ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് ഉണ്ടാവുക. ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഇത്രയും ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ യു കുഡ് ഹാവ് ബീൻ റീയൂസ് ദ ഡേറ്റ ടു അപ്സെൽ ഓർ ക്രോസ് സെൽ ഓർ സംതിങ് എൽസ്, റൈറ്റ്? ഇതേപോലെ തന്നെയാണ് നെക്സ്റ്റ് വിഷൻ വരുന്ന സമയത്തും വന്നിട്ടുള്ളത്. സോ basically what we do is like we analyze the data, we sit with the co-founders, we sit the owners, we understand your business first, and if there is a really a need of AI, ഞാൻ ഒരിക്കലും ഒരു കമ്പനിയിൽ ഒരു കസ്റ്റമറെ കണ്ടിട്ട് ഇപ്പം എൻ്റർപ്രൈസിനടുത്ത് കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, മിഡിൽ സ്കെയിൽ കമ്പനിയുടെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനൊരിക്കലും അവരടുത്ത് പോയിട്ട് നിങ്ങൾ എന്തായാലും AI ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ഇതുവരെ ഒരു കസ്റ്റമർ അടുത്ത് പറഞ്ഞിട്ടില്ല, ഇനി പറയാനും ഉദ്ദേശിക്കുന്നില്ല. വാട്ട് വി നോർമലി ഡു ഇസ് ബേസിക്കലി വി സിറ്റ് വിത്ത് ദം, വി അണ്ടർസ്റ്റാൻഡ് ദറ്റ് പ്രോബ്ലം, ആൻഡ് ഇഫ് ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ് വിത്ത് AI, ലെറ്റ് us സോൾവ് ഇറ്റ്. ഒരു ബസ് വേർഡ്, ഒരു AI എന്ന് പറയുന്നൊരു സാധനം നമ്മളെ ചുറ്റുമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. ഒരു എക്സൽ ഷീറ്റിനെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രോബ്ലം ആണെങ്കിൽ ബെറ്റർ ഡു വിത്ത് എക്സൽ ഷീറ്റ്, റൈറ്റ്? ഒരു മാക്രോ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എക്സൽ ഷീറ്റിൽ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, and if it is scalable enough, better do with that instead of like investing a lot in AI. That's even though I'm running an AI company, this is what I normally say. So that is it. That's how we ideally put up the process in place. The process in place is nothing. It's not a buzzword. So we automate the things with AI more than like അത് പറയുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഇതുണ്ടാവും, ലൈക്ക് ഇതെല്ലാം ChatGPT തരില്ലേ? That's great. Okay, അതായിരിക്കും of course next question also. That's great. Amplifying the human potential with technology. Correct. That's great. So that's what. Okay, great. Then ഇവിടെ പറഞ്ഞ് വളരെ സിമ്പിളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഈ 2 ഉദാഹരണത്തിനും വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒറ്റ കാര്യം, കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ടെക്നോളജി ഇൻ്റഗ്രേഷൻ ചെയ്യാത്ത എല്ലാ ബിസിനസ്സും ഡിക്ലൈൻ ആയിട്ടുണ്ട്. അത് 1 ലക്ഷം സ്റ്റാഫ് ഉണ്ടായിരുന്ന നോക്കിയയും കൊഡാക്കും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ ഡിക്ലൈൻ ആവാൻ കാരണം ടെക്നോളജിയുടെ അഡാപ്ഷനാണ്. അത് ടെക്നോളജി കമ്പനി ആയിട്ട് പോലും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. സോ ഗ്രേറ്റ്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് പീപ്പിൾ പ്രോസസ് ടെക്നോളജി. ഇതാണ് നമ്മൾ സാധാരണ ബിസിനസ്സുകാരുടെ ഫോർമാറ്റ് എങ്കിൽ, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ AI അഡ്വാൻസ്ഡ് ആയതുകൊണ്ടും ഡാറ്റ ഡ്രിവൺ ആയതുകൊണ്ടും ഡാറ്റ ന്യൂ ഓയിൽ ആയതുകൊണ്ടും
കൃത്യമായി ടെക്നോളജി പ്രോസസ് പീപ്പിളിന് ലാസ്റ്റ് സാധനം ടെക്നോളജിയിൽ ഫസ്റ്റുമായി മാറണം. അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് കോൾ ചെയ്യപ്പെടുന്ന സമയത്ത് ആ കോളിലൂടെ അല്ലെങ്കിൽ ആ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെസ്സേജിലൂടെയാണ് ആ കസ്റ്റമറെ നമ്മൾ ടച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആഡിലൂടെ അല്ലേ. അപ്പോൾ ടെക്നോളജിയാണ് ഫസ്റ്റ് വരുന്നത്, പിന്നെയാണ് പ്രോസസ്സ്, പിന്നെയാണ് പീപ്പിൾ. ഇത് തിരിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരുന്നത് PPT ആയിരുന്നെങ്കിൽ ഇനി TPP ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാത്ത എല്ലാ കമ്പനികളും ഡിക്ലൈൻ ആവുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകത്തുക. ഞാൻ സമ്മറൈസ് ചെയ്തത് മാത്രം. എനിവേ, എന്തായാലും നമുക്ക് കിട്ടിയ ആളുകളെ മാക്സിമം ഉപയോഗിക്കണം. സമയം ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് പോവാണ്. ഷോർട്ടായിട്ട് ആൻസർ പറയാൻ ശ്രമിക്കുക, കൂടുതൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ക്യാപ്കോണിലേക്ക് തന്നെ വരാം. എനിക്ക് ഒരു വണ്ടറോട് കൂടെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 25 ഇയേഴ്സിൻ്റെ താങ്കളുടെ യാത്ര, ഇതുവരെ ഇത്രയും വലിയ പ്രൊജക്റ്റുകൾ, ഒരുപാട് പ്രൊജക്റ്റുകൾ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പ്രൊജക്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുന്നിൽ കാണുന്നത് ഒരുപാട് പ്രൊജക്റ്റ് ഒന്നിച്ച് അനൗൺസ് ചെയ്ത് കണ്ടു. ഞാൻ ഈ അനൗൺസ്മെൻറ്റ് കണ്ടു. അതുപോലെ 1000 കീ കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഒരു ഫംഗ്ഷനിൽ എനിക്ക് വരാൻ പറ്റി, കാണാൻ പറ്റി. അത് വളരെ സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ 1 CR 2 CR എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ആ ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പ്രീമിയം ഒരു കൾച്ചർ. നമ്മൾ സാധാരണ പറയല്ലോ, സോഷ്യൽ മീഡിയ ഇസ് നോട്ട് സോഷ്യൽ, ഇറ്റ് ഈസ് കമേഴ്സ്യൽ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ സത്യത്തിൽ ഒരു ലീവിങ് സ്പേസ് അല്ല, ഒരു പ്രീമിയം എക്കോ സിസ്റ്റമാണ് താങ്കൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഒരു സിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ഒരു പ്രീമിയം എക്കോ സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് എലമെൻറ്റ്സുകളുണ്ടല്ലോ, ഒരുപാട് സംഭവം ഒന്നിച്ചു വന്നാലാണ് അത് കംപ്ലീറ്റ് ചെയ്യുക. ഇറ്റ്സ് വെരി ഹെവി, ഇറ്റ്സ് വെരി ബിഗ്. എന്തായാലും റിയാലിറ്റി അതാണ്. അപ്പോൾ ഇത്രയും വലിയ പ്രോജക്റ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് എക്സിക്യൂഷൻ ചെയ്യപ്പെടുന്നു. ഒരുപാട് പ്രോജക്റ്റുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 1.75 അല്ലേ മില്യൺ സ്ക്വയർ ഫീറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ. അപ്കമിങ് 4 മില്യൺ സ്ക്വയർ ഫീറ്റ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രോജക്റ്റുകൾ, ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ എഫിഷ്യൻസി? കാരണം ഇതിൻ്റെ ട്രാക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ എല്ലാം കൊളാപ്സ് ആയി പോകും. ഇതെല്ലാം കറക്റ്റ് മൂവ് ചെയ്യണമല്ലോ എല്ലാ ഭാഗത്തും. ഡോക്യുമെൻറ്റേഷൻ, പ്രൊഡക്ഷൻ, അതുപോലെ റോ മെറ്റീരിയൽ, ഫണ്ടിങ്, ഇൻസ്റ്റാളേഷൻ എല്ലാം നടക്കണമല്ലോ. എങ്ങനെയാണ് താങ്കൾ ഈ എക്സിക്യൂഷൻ എങ്ങനെ ലീഡ് ചെയ്യുന്നത്? അതൊന്ന് അറിയാനുണ്ടാവും എല്ലാവർക്കും. അതിൻ്റെ സീക്രട്ട് ഒന്ന് പറയാം. ഞങ്ങൾ ഇത്രയും വലിയ ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ എല്ലാം പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ടീമാണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ ടീമിൽ എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ് തുടങ്ങി 500+ എംപ്ലോയീസ് ഡയറക്റ്റ് വർക്കിംഗ് ഉണ്ട്. ഇപ്പം നമ്മളെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡെസ്റ്റിനേഷൻസ് നെക്സ്റ്റ് 20-30 ഇയേഴ്സ് മുന്നോട്ട് കണ്ടുകൊണ്ടുള്ള കാലങ്ങൾ മാറുന്നു, എൻ്റർപ്രണേഴ്സ് മാറുന്നു, മൈൻഡ് സെറ്റ് മാറുന്നു. ഈ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓരോ സിറ്റികൾ പണിയുമ്പം നെക്സ്റ്റ് 20-30 ഇയേഴ്സ് ഈ പ്രോപ്പർട്ടി നിലനിൽക്കണം. അപ്പോൾ അത്രയും വിഷനറീസോടുകൂടി ഡീല് ചെയ്യാൻ നമ്മൾ അത്രയും ഇൻ്റർനാഷണൽ ആർക്കിടെക്ട്സ്, എൻജിനീയേഴ്സ് എല്ലാം ചേർന്നിട്ടാണ് ഇതിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ തരുന്ന ഇൻപുട്സ് വെച്ച് ഏറ്റവും നല്ല മാസ്റ്റർ പ്ലാൻസും ഡിസൈൻസും സെറ്റ് ചെയ്ത് ആ ഒരു ഫ്യൂച്ചർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ഓരോ ലൈഫ് ഡെസ്റ്റിനേഷനിലും വരാൻ പോകുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു സോണിൽ നമ്മൾ എത്ര മുന്നോട്ട് കണ്ടുകൊണ്ട് എത്ര കാലത്തിനനുസരിച്ച് ഏതൊക്കെ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ഏരിയയിലേക്ക് കിട്ടും. പ്രത്യേകിച്ച് കേരളം വളരുന്നു. ഇപ്പം നമ്മളിപ്പോൾ NH-66 വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, വയനാട് ഈ 4-5 ഡിസ്ട്രിക്റ്റുകളെ ഒരു ക്യാപിറ്റലായിട്ടാണ് ഈ ഒരു NH-ൻ്റെ സൈഡ് ഹൈ ഡെൻസിറ്റി കൊറിഡോറായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരുപാട് മാറ്റം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും ബ്രില്യൻ്റായ ഒരു ടീം അതിനെ ഏറ്റവും നന്നായിട്ട് സ്റ്റഡി ചെയ്ത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്, അതും ഇപ്പം ഞങ്ങൾ തന്നെ ഒരു വലിയൊരു ഹിസ്റ്ററിയാണ് ക്രിയേറ്റ് ചെയ്തത്. 1000 കീസാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഡെലിവർ ചെയ്തത്. അപ്പോൾ അങ്ങനെ റിയൽ എസ്റ്റേറ്റിൽ മെമ്മറബിളായ, റിമാർക്കബിളായ അച്ചീവ്മെൻറ്റ് ചെയ്ത് ഏറ്റവും നല്ല ടീം ഇത് ഡെലിവറി എൻഷുർ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു സിറ്റിയിൽ, ഈ ഒരു കൺവെൻഷൻ സെൻറ്റർ തൊട്ടടുത്ത ഒരു IT ടവറാണ് നമ്മുടെ ബിസിനസ് സെൻറ്റർ. നമ്മൾ പുതിയ പുതിയ ബിസിനസ് ആശയങ്ങളുമൊക്കെ ചർച്ച ചെയ്യാനും അവർക്ക് സ്വന്തമായിട്ട് ഓഫീസിന് 250 നമ്പേഴ്സ് ഓഫ് ഓഫീസ് സ്പേസ് നമ്മൾ കഴിഞ്ഞ വീക്ക് ഇനോഗ്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തൊട്ടടുത്താണ് 250ഓളം സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ്. കാരണം നമ്മൾ 2 BHK, 3 BHK, 4 BHK എന്ന് മാറി മൈക്രോ ലെവലിൽ ചിന്തിക്കുന്ന മൈക്രോ അപ്പാർട്ട്മെൻറ്റ്സുകൾ റിക്വയർമെൻ്റ് ആയി. കാരണം എല്ലാ ബിസിനസ്സുകാർക്കും അത്തരം ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അത് നമ്മളവിടെ സെറ്റ് ചെയ്തു. തൊട്ടടുത്ത് 2 BHK, 3 BHK വേറെ ടവേഴ്സ് ഉണ്ട്. 500 യൂണിറ്റ് ഇവിടെ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. ഇങ്ങനെ ഒരു ബിസിനസ്സുകാർക്ക് വേണ്ട എല്ലാ സൊല്യൂഷൻസും, കാരണം നമ്മൾ എന്നും നമ്മൾ മാനസികമായിട്ടും
ഹാപ്പി ആയിരിക്കണം. നമ്മളെ ആ ഹാപ്പിനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ താമസിക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ ഡെസ്റ്റിനേഷനിലാണ്. അപ്പോൾ അതിന് ഏറ്റവും ബെറ്ററായിട്ട് നമ്മൾ എംപ്ലോയീസും നമ്മുടെ ടീമും ചേർന്ന് അത്തരം ഒരു കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. ദാറ്റ്സ് ഗ്രേറ്റ് സർ. എന്തായാലും പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായത് ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യുന്ന ആൾ 2 കാര്യങ്ങളാണ് നോക്കാറുള്ളത്. ഒന്ന് ആ പ്രോജക്റ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, 2 അതിൻ്റെ എക്സിക്യൂഷൻസ്. അപ്പോൾ റൈറ്റ് ടീം റൈറ്റ് സീറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഫോക്കസ് ഓൺ ദ ഓപ്പർച്യൂണിറ്റി. അതർവൈസ് യു ക്യാൻ ഫോക്കസ് ഓൺ ദി ആ ഒരു ട്രാക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്, എക്സിക്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണമെങ്കിൽ റൈറ്റ് പേഴ്സൺ റൈറ്റ് സീറ്റിൽ ഉണ്ടാവണം. അതല്ലേ സാർ പറഞ്ഞു ഉദ്ദേശിച്ചത്? ഓക്കെ, താങ്ക് യു സാർ. സോ ഫൈനലി നമുക്ക് വാണിംഗ് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല. സോ ഫൈനലി എല്ലാവർക്കും ഓരോ മിനിറ്റ് തരുവാണ്. ആ ഒരു മിനിറ്റിൽ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെയൊക്കെ ലൈഫിൽ നിന്ന എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത്. വളരെ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പേഴ്സണലായിട്ടുള്ള ആൻസറാണ്. 1 മിനിറ്റാണ് എല്ലാവർക്കും ഉള്ളത്. സോ നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ, ഈ വിജയത്തിൽ, ഈ ബിസിനസ്സിൻ്റെ ജേണിയിൽ നിങ്ങൾ റിയലൈസ് ചെയ്ത ബിസിനസ്സിൻ്റെ ഒരു ഇൻസൈറ്റ്, ഇത് പേഴ്സണൽ ഇൻസൈറ്റാണ്. എവിടെയെങ്കിലും വായിച്ചതോ അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ ട്രെയിനിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളോ കണ്ടന്റ് ഒന്നുമല്ല ചോദിച്ചത്. പേഴ്സണലി നിങ്ങൾ ഹാർട്ട് ടച്ച് ചെയ്ത് നിങ്ങൾ റിയലൈസ് ചെയ്ത ആ ഇൻസൈറ്റ് എന്താണ്? വാട്ട് ഇസ്? നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പാഷനോട് കൂടെ കാര്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കതിലൊരു പ്ലഷർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞിട്ട് അത് സക്സസ് ആയിന്നോ അല്ലെങ്കിൽ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ആളുകൾക്കൊക്കെ അതൊരു കിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബിസിനസ് ആണെങ്കിലും പിന്നീട് നമ്മളുടെ ഒരു സർക്കിളാണെങ്കിലും നമ്മളുടെ നെറ്റ്വർക്കിംഗ് ആണെങ്കിലും നമ്മളുടെ തോട്ടാണെങ്കിലും നമ്മളുടെ പ്രവൃത്തിയൊക്കെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടേ വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സർക്കിളിൽ പോകാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെപ്പോഴും ഉണർന്നിരിക്കുമ്പോഴും കാണുന്ന ഒരു ഡ്രീം അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന ഒരു ഡ്രീമിലേക്ക് എത്താനായിട്ട് നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ ക്ഷമയാണ് ഈ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ഞാനിപ്പോൾ ഒരു കോസ്മെറ്റിക്സ് ബ്രാൻഡാണെന്ന് നേരത്തെ പറഞ്ഞു. ഈ ഒരു കോസ്മെറ്റിക്സ് ബ്രാൻഡ് എൻ്റെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ബില്യൺസോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും. പക്ഷേ ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾക്കൊക്കെ ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു തോന്നുമ്പോൾ അപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എല്ലാ ബിസിനസ്സുകാരുടെയും തുടക്കത്തിൽ ഉണ്ടാവുന്ന എല്ലാ സ്ട്രഗ്ലിങ്സും എല്ലാ ബുദ്ധിമുട്ടുകളും ആണ് നമ്മളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ഷമയോടുകൂടെ നമ്മുടെ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. പിന്നെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമുക്ക് ചെയ്യാനുള്ളത് മാക്സിമം നമുക്ക് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇതുപോലെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഒരു 5 years ബാക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബിസിനസ്സുകാർക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ മാക്സിമം യങ് ഓൺട്രപ്രണേഴ്സ് ആണെങ്കിലും പഴയ ബിസിനസ്സുകാർക്കാണെങ്കിലും ഇപ്പോൾ ടെക്നോളജി മാറി 2026 ചെയ്യുന്ന ബിസിനസ് ആയിരിക്കില്ല 2016 19 ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് മാറുക, ക്ഷമയോട് കൂടെ നമ്മുടെ ഡ്രീമിലേക്ക് എത്താനായിട്ട് കാത്തിരിക്കുക. പാഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും കാണില്ല എന്നുള്ളതാണ്. പാഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരു പെണ്ണിനെ പ്രേമിക്കുന്നത് പോലെയാണ്. അതിനെ പ്രേമിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രതിസന്ധികളില്ല, വേറെ ഓബ്സ്റ്റക്കിൾസ് ഇല്ല, ഒന്നുമില്ല. അത് മാത്രമേ നമ്മൾ കാണുള്ളൂ. അതുപോലെ നമ്മളെ വിഷനെ പ്രേമിക്കുവാണെങ്കിൽ അത് പാഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇമോഷനാണ്. ആ ഇമോഷൻ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊരു പ്രത്യേക എനർജി വരും. ആ എനർജിയാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. എന്തായാലും ബി എ പാഷനേറ്റഡ് പേഴ്സൺ. ഓക്കെ, ഗ്രേറ്റ്. ഫിറോസ് ഭായ്, വാട്ട് ഇസ് എ വൺ ലൈൻ? പിന്നെ എനിക്ക് പറയാനുള്ളത് എന്തായാൽ ഇന്ന് നമ്മളുടെ പുതിയ ജനറേഷനൊക്കെ ഇല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, എക്സാമ്പിള് ബിൽഡ് വേൾഡ് ഇന്ന് ഒരു സക്സസ് ആയിട്ട് ഇപ്പോൾ 2018 മുതൽ 2026 എത്തിയപ്പോഴത്തിന് വളരെ ഗ്രോപ്പായി. ഒരു 600+ വർക്കേഴ്സ് ഇൻ ഹൗസ് തന്നെ ഉണ്ട്. ഒരു 400 CR വർക്കുകൾ റോഡിനുണ്ട്. 5 സ്റ്റാർ എവറിത്തിങ്. ഞങ്ങൾ ഒരു വേഴ്സറ്റൈൽ കൺസ്ട്രക്ഷൻ ടീം, അതായത് അമ്യൂസ്മെൻറ്റ് പാർക്കാണെങ്കിൽ ഒന്ന് 5 സ്റ്റാർ ഹോട്ടലാണ്, ഒന്ന് മാൻഷൻ ഹോംസ് ആണ്, വാട്ടെവർ. ഇതൊക്കെ ഇവിടെ നടക്കുന്നത് ഈ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് A to Z ബെഡ് അടക്കം വിരിച്ച് ടിഷ്യൂ വരെ കൊണ്ടേ വെച്ചിട്ടും ക്ലയൻറ്റിൻ്റെയൊക്കെ ₹1 പേയ്മെൻറ്റ് സ്റ്റെക്കില്ലാതെ അവരേക്കൊന്ന് ഗോൾഡ് കോയിൻസും സമ്മാനമൊക്കെ വാങ്ങി വരാനുള്ള മെയിൻ കാരണം നിങ്ങൾ ഇപ്പോഴത്തെ ഈ ലുക്ക് നോക്കരുത്. ഇതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട്.
നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെങ്കിലും അതിനെപ്പറ്റി പഠിച്ചിട്ട് മുന്നോട്ട് പോകുക, നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, കഴിവില്ല ആൾക്കാരൊപ്പം വർക്ക് ചെയ്യുക. അതിന് കുറേ പെയിനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. 52 ഡിഗ്രി ചൂടിൽ മിനിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഇന്ന് ഈ ഒരു കോലത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഈസി അല്ല. എന്ത് സബ്ജക്റ്റ് ഇറങ്ങണമെങ്കിലും തറവായിട്ട് പഠിക്കാം. ഞാനൊക്കെ ഇപ്പോഴും ഓഫീസിൽ നിന്ന് എല്ലാ സ്റ്റാഫും പോയിട്ടും 1 അവർ പഠിക്കാൻ മാറ്റി വെക്കുന്നുണ്ട്. ബിക്കോസ് ആ ഒരു ന്യൂ കൺസ്ട്രക്ഷൻ ടെക്നോളജിയാണ് ഇപ്പോൾ കോയമ്പത്തൂർ ഞങ്ങൾ റേസ് കോഴ്സിൽ വില്ല പ്രൊജക്ട്സൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിഗ് പ്രൊജക്ട്സാണ്. അവിടെയൊക്കെ ഞങ്ങൾ പ്രീകാസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ടൈം ഈസ് മണി, ആ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ പോവുകയാണെങ്കിലും നിങ്ങൾ കഴിവുള്ള ആൾക്കാരൊപ്പം നിന്ന് ജോലി ചെയ്ത് പഠിക്കാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ബിസിനസ്സിൽ ഇറങ്ങുക. അതല്ലെങ്കിൽ ഈ പഠിപ്പൊക്കെ നിങ്ങൾ ആ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് പഠിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ഭയങ്കര പെയിൻഫുൾ ആവും. ദിസ് ഈസ് മൈ അഡ്വൈസ് ടു ന്യൂ ഓൺടർപ്രനേഴ്സ്. എന്തായാലും നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന മേഖലയിലെ കോമ്പിറ്റൻസി ഇറ്റ് ഇസ് എ ലിസ്റ്റ് ഓഫ് സ്കിൽസ് ആണ്. ആ സ്കിൽസ് എന്താ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആവുക. സോ ഗ്രേറ്റ്. ഫൈനലി ഷിബു, എന്താണ് 1 ലൈൻസ് ടെക്നോളജി റിലേറ്റഡ്? Yes. So one thing which I want to say, like related to what Yusuf sir told, right? നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നൊരു ക്ലോസ് റൂമിൻ്റെ ഉള്ളിൽ കുറേ ബിസിനസ്സുകാർ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ എനർജിയൊക്കെ പമ്പായി മോട്ടിവേഷൻ്റെ ഒരു പീക്ക് ലെവലുണ്ടാവും. പക്ഷേ ഇത് ഡ്രോപ്പ് ആവും. നിങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഹാഫ് പോവും. ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം ഡ്രോപ്പ് ആവും. So what I say is like correlating with what Sri Lakshmi also told, right? Hold your passion together, and that is how we also build it. It is not an overnight success. It daily working on hours and everything, right? Business is all about like working 24 hours. 9 to 5 is nothing in us, right? So what they told also is the same thing as what I want to reiterate, which is my personal experience, right? Adapt with the technology. I'm not saying that, okay, fine, IRAS drivers here, choose IRAS drive. No, I'll not never say that. Choose the best one who's in your circle, right? Talk to them, understand what need to be done, right? Adapt with the technology and go with the technology. Don't do the same mistake what other big giants has done with us. So let us move forward with this era. Thanks a lot. Thank you so much. And കാരണം നമ്മളിവിടെ നിന്ന് ഇരിക്കുന്ന എല്ലാവരും എൻ്റർപ്രൈസാണ്. എല്ലാവരുടെ കയ്യിലും ഓരോ ആശയങ്ങളുണ്ട്. അത് അവർക്ക് വളരെ വിലപ്പെട്ടൊരു ആശയം കൊണ്ടാണ് ഇന്ന് ഈ സൺഡേ നമ്മൾ എല്ലാ പ്രോഗ്രാമുകളൊക്കെ മാറ്റിവെച്ച് ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ബിസിനസ് ആശയത്തിന് ശരിക്കും കൃത്യമായിട്ട് ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് നോളജ് നിങ്ങൾക്ക് കിട്ടി. പക്ഷെ നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ച് അതിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ലോങ് ടേം സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏതറ്റം വരെ വളരാനും ഏറ്റവും വലിയ എൻ്റർപ്രൈസ് ആകാനും കഴിയും. കാരണം ഞങ്ങൾ ഇന്ന് ക്യാപ്കോൺ ഗ്രൂപ്പിൽ ഇന്ന് ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ടീമിനെ ഡെവലപ്പ് ചെയ്യുക. കാരണം ഞങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ഇതിൻ്റെ ലാൻഡ് അക്വിസിഷൻ മുതൽ ഫൈനൽ കീ ഹാൻഡിങ് ഓവർ വരെ 100-ലധികം പ്രോസസ്സുകൾ ചെയ്യാനുണ്ട്. ഈ പ്രോസസ്സിലൊക്കെ മാൻ പവറും ടെക്നോളജിയും ഇപ്പം നിങ്ങൾ ഓരോ ഇൻഡസ്ട്രിയിലും അത് ചെയ്യുമ്പം ആ ടീം മെമ്പേഴ്സിന് എൻ്റർപ്രനേഴ്സിൻ്റെ ഡ്യൂട്ടി, ലീഡേഴ്സിൻ്റെ ഡ്യൂട്ടി ഇൻസൈഡ് നമ്മുടെ കമ്പനീൻ്റെ ഇൻസൈഡ്, നിങ്ങളെ ഓരോ സ്ഥാപനത്തിൻ്റെയും ഇൻസൈഡ് ഏറ്റവും ബ്രില്യൻ്റായും വൈബ്രൻ്റായും ടീമിനെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് ആശയത്തിന് നിങ്ങളെ ലീഡേഴ്സ് ആ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വളർത്തും. അപ്പോൾ അതിന് ഇന്ന് കിട്ടുന്ന നോളജിനെ ഒട്ടും കളയാതെ വീണ്ടും അതിനെ പഠിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ നാട്ടിൽ ഇനിയും ഒരുപാട് ബിസിനസ്സുകൾ വളർന്ന് നമുക്കും ഇൻകം, നമ്മളെ കൂടെ ടീം മെമ്പേഴ്സും സക്സസ് ആയി നമ്മുടെ നാട് വളരട്ടെ. താങ്ക് യു സോ മച്ച്. എന്തായാലും പാനൽ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. വളരെ സപ്പോർട്ടീവായിട്ട് നിന്ന ഓഡിയൻസിന് ആദ്യം നല്ലൊരു കൈയടി കൊടുക്കാം. സോ ദ ഗ്രേറ്റ് ഓഡിയൻസ്, ആൾസോ പാനലിസ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. എന്തായാലും ഇതുവരെ ലാസ്റ്റ് പറഞ്ഞ വാക്കുകൾ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണ്. ഇവിടെ ഒരുപാട് പുതിയ സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ടാവും, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, വലിയ സ്വപ്നങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വലിയ സ്വപ്നങ്ങളൊക്കെ റിയാലിറ്റി ആക്കിയ ലീഡേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ ഞാൻ കാണുന്നു. പക്ഷേ എനിക്ക് ബാക്കിലുള്ള ആൾക്കാരോടാണ് പറയാനുള്ളത്, നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ട്, അത് ലോകത്തിനോളം വലുതാണെങ്കിലും എത്ര വലിയ ചലഞ്ചിങ് ആണെങ്കിലും
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സ്വപ്നത്തെ റിയാലിറ്റി ആക്കാൻ ഈ പ്രപഞ്ചം നിങ്ങളുടെ കൂടെ നിൽക്കും, അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് എലോൺ മസ്ക്. അദ്ദേഹം 22 കൊല്ലം മുൻപ് സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം തുടങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞു സ്പേസിലേക്ക് ആരാ വാഹനം വിളിക്കാൻ, നാസ ആൾറെഡി ഉണ്ട്, നാസക്ക് വാഹനത്തിൻ്റെ ആവശ്യമില്ല, അവരുടെ ആൾറെഡി വെഹിക്കിളുണ്ട്. അദ്ദേഹം ആ പ്രൊജക്റ്റുമായി ഇറങ്ങിയ സമയത്ത് എല്ലാവരും ഭ്രാന്തൻ എന്ന് വിളിച്ചു. 22 വർഷം കഴിഞ്ഞ് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ആ വാഹനം റെഡിയായി നിൽക്കുന്ന സമയത്ത് നാസയുടെ വണ്ടി സ്പേസിൽ കുടുങ്ങിപ്പോയി. വിളിക്കുന്നത് ആരെ? ഒറ്റ കസ്റ്റമറേ ഉള്ളൂ വേൾഡിൽ, ഒറ്റ കസ്റ്റമറേ ഉള്ളൂ എലോൺ മസ്കിന്, ഒറ്റ കസ്റ്റമർ, അത് നാസയാണ്. നാസയ്ക്ക് വാഹനം അവിടെ ബ്ലോക്കായ സമയത്ത് ഞങ്ങൾ 2 ആൾക്കാരെ കൊണ്ടുവരാണ്ട് നിങ്ങളെ വാഹനം ഒന്ന് വിട്ടുവരുമെന്ന് പറഞ്ഞു. ദാറ്റ്സ് എ പവർ ഓഫ് വിഷൻ. നിങ്ങൾ എന്ത് സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്വപ്നത്തെ റിയാലിറ്റി ആക്കാൻ ഈ പ്രപഞ്ചം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിന് ഫസ്റ്റ് നമ്പർ 1 ഒരു ക്രൈറ്റീരിയ ഉണ്ട്, യു ഷുഡ് ബി എ പാഷൻ. അത് പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 എന്ന് പറയുന്ന ഒരു സംഖ്യ നിങ്ങളെ മനസ്സിൽ കരുതുക. ആ 100ൽ 99 കാര്യത്തെ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയണം. ദാറ്റ് ഈസ് എ പാഷൻ. എന്താണ്? ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. എൻ്റെ ലൈഫ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് 1,00,000 ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. 2015 മാറ്റി വെച്ചതാണ് 35 കൊല്ലം. 2050 ഡിസംബർ 30 7:30 1,00,000 ആളുകളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ. 38 രാജ്യം പോയി 2,00,000 ആൾക്കാരെ കണ്ടു. ആ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സാണ് മിഷൻ മില്യൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ അതിനുവേണ്ടി മാറ്റിവെക്കുമ്പോൾ എനിക്ക് 99 കാര്യങ്ങൾ മാറ്റിവെക്കണം. ദാറ്റ് ഈസ് എ പാഷൻ. അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ 1ാമത്തെ ഗേറ്റ് കടന്നു. 2ാമത്തെ ഗേറ്റ് എന്ന് പറയുന്നത് അതിൽ വ്യക്തമായി ഞാനിവിടെ പറഞ്ഞു 2050 ഡിസംബർ 30 7:30 ഇതാണ് ഗോൾ എന്ന് പറയുന്നത്. മെഷറബിൾ ആയിരിക്കണം, കൃത്യമായ ഡേറ്റും ഫിഗറും പറയണം. അദ്ദേഹം എന്താ ഇവിടെ കൃത്യമായി പറയുന്നു 4 മില്യൺസ്, അതുപോലെ ഓൺഗോയിങ് 1.7, അതുപോലെ കംപ്ലീറ്റ് 25 ഇയേഴ്സ്. ഇങ്ങനെ നിങ്ങൾക്ക് എണ്ണി പറയാൻ പറ്റുന്നത് നിങ്ങൾ ഓരോ സമയത്തും ഗോള് മെഷറബിൾ ആയിരുന്നു. യെസ് ഓർ നോ സർ? അതുപോലെ നിങ്ങൾ കൃത്യമായി പറയാൻ പറ്റും. എത്ര വലിയ ഗോളാണെങ്കിലും അത് കൃത്യം, അത് ബ്രെയിനിന് കറക്റ്റായിട്ട് കൊടുക്കുക. അത് 2ാമത്തിൽ നിങ്ങൾ പാസ്സാണെങ്കിൽ 100%ൽ നിന്ന് നിങ്ങൾ 50% കംപ്ലീറ്റ് ചെയ്തു. അടുത്ത 50 മൂന്നാമത്തെ കാര്യം നിങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ അത് അച്ചീവ് ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിറ്റൻസിയാണ്. ഈ കാര്യം അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെല്ലാം കോമ്പിറ്റൻസി വേണം അത് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അത് നിങ്ങൾ പ്രാക്ടീസ്, അതാണ് ഫിറോസ് ഭായി ഒക്കെ നേരത്തെ പറഞ്ഞത്. അതിൽ നിങ്ങൾ നിരന്തരമായിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ സ്കില്ല് നേടിയെടുക്കണം. ഞാൻ ഗിന്നസ് ഹോൾഡർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് 73 മണിക്കൂർ സംസാരിക്കുക. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാണ് നോൺ സ്റ്റോപ്പ് സംസാരിച്ചിരിക്കുന്നത്. എൻ്റെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗിന്നസ് റഷ്യന്ന് 73.15 ആണ് എൻ്റെ പേരിലെ വേൾഡ് റെക്കോർഡ്. ലോകത്ത് ഇന്ന് വരെ ഒരാളും 73 മണിക്കൂർ നോൺ സ്റ്റോപ്പ് സംസാരിച്ചില്ല, വിത്തൗട്ട് സ്ലീപ്പ്, വിത്തൗട്ട് ഫുഡ്. 4 ഡേയും 3 നൈറ്റും 2021 ഞാൻ ലീഡ് കോളേജ് പാലക്കാടുള്ള കുട്ടികൾക്ക്, സ്റ്റുഡൻസിനും ബിസിനസ് ഓണേഴ്സിനും വേണ്ടി നോൺ സ്റ്റോപ്പായി സ്റ്റേജിൽ 4 ഡേയും 3 നൈറ്റും വിത്തൗട്ട് സ്ലീപ്പ്, വിത്തൗട്ട് ഫുഡ് നിൽക്കാൻ പറ്റിയതിൻ്റെ സീക്രട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, ആരുടെ പേരില്ല. ഇന്ത്യ റെക്കോർഡ് എൻ്റെ പേരിൽ, ഏഷ്യൻ റെക്കോർഡ്, കലാം വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ലോകത്ത് 6 വേൾഡ് റെക്കോർഡും ഈ സംസാരിച്ചതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ. എത്രയോ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, എത്രയോ ട്രെയിനേഴ്സ് ഉണ്ട്, ഗ്ലോബലി എത്രയോ മെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളാണ്. ചില ആൾക്കാരൊക്കെ വെച്ച് 4 ഡേയും സ്റ്റേജ് നിൽക്കുമ്പോൾ നൈറ്റും ഡേ നിൽക്കും, വിശക്കില്ലേ, ഉറക്ക് വരില്ലേ? ഉറക്ക് വരും, ഞാനും സാധാരണക്കാരാ, എനിക്കും ഉറക്ക് വരും. പക്ഷെ എന്തുണ്ട്, പാഷനുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ആ പാഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ, അയാൾ അതിൻ്റെ കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് അതിലൊരു ഡേറ്റ്, അതായത് അതിലൊരു ഗോൾ ഓറിയൻറ്റഡ് ആണ് എങ്കിൽ, ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം, അതിന് നമ്മുടെ ശരീരം അതിലേക്ക് മാറും, നമ്മുടെ ചിന്തകൾ അതിലേക്ക് മാറും, എൻവയോൺമെൻറ്റ് അതിലേക്ക് മാറും. മെക്സിക്കോയിലുള്ള ഒരാളുടെ 60 മണിക്കൂറിൻ്റെ ലോക റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തത്. 73 മണിക്കൂർ 15 സെക്കൻഡ്, അതായത് 4 ഡേയും 3 നൈറ്റും കഴിഞ്ഞിട്ട് ഇവരൊക്കെ പിടിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറക്കുക ചെയ്തത്. ആ സമയത്തും ഞാൻ ടയേർഡായിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും കാണുന്ന സ്വപ്നം, അത് എത്ര വലിയ സ്വപ്നമാണെങ്കിലും അത് റിയാലിറ്റി ആക്കാൻ ഈ പാനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ, 1 ബി എ പാഷനേറ്റഡ് പേഴ്സൺ, 2 ബി എ ഗോൾ ഓറിയൻറ്റഡ്, കൃത്യമായ ഗോൾ അത് ഡിക്ലെയർ ചെയ്യണം. സാർ നേരത്തെ കുറച്ച് കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യും, നിങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ ആളുകളുടെ മുമ്പിൽ പറയാൻ പറ്റണം, ഉറച്ചു നിൽക്കാൻ പറ്റണം. എത്ര കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡിസ്ട്രാക്റ്റഡ് ആവാൻ. 3ാമത്തെ കാര്യം ക്രിയേറ്റ് ദ കോമ്പിറ്റൻസ്. ഇത് 3 നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകും. അങ്ങനെ റിയാലിറ്റി ആകുന്ന മനോഹരമായിട്ടുള്ള ഒരു സദസ്സായിട്ട് ബിസിനസ് കേരള സംഘടിപ്പിച്ച ഈ ഒരു ഇവൻറ്റ് മാറട്ടെ. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു സോ മച്ച്.